ഇന്ത്യൻ രൂപ മരണശയ്യയിലാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാകാത്ത വിധം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപയുടെ മൂല്യം. 86.62 എന്ന സർവകാല തകർച്ചയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രൂപ എത്തിയത്. അമേരിക്കൻ കറൻസിയായ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായ ഇടിവാണ് രൂപയുടെ മൂല്യമിടിഞ്ഞു എന്നതുകൊണ്ടുള്ള വിവക്ഷ. ആഗോള വിപണിയിൽ വ്യാപാരത്തിനായി ഇന്ത്യ ആശ്രയിക്കുന്നത് ഡോളറിനെയാണ്. ഒരു ഡോളർ ലഭിക്കാൻ എത്ര ഇന്ത്യൻ രൂപ നൽകണമെന്നതാണ് രൂപയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്. ഒരു ഡോളർ വാങ്ങാൻ കൂടുതൽ രൂപ ചെലവാക്കേണ്ടി വരുമ്പോൾ രൂപയുടെ മൂല്യത്തകർച്ച സംഭവിക്കുന്നു. നിലവിലുള്ളതിനേക്കാൾ കുറച്ച് രൂപ കൊടുത്ത് നമുക്ക് ഡോളർ വാങ്ങാനാവുകയാണെങ്കിൽ രൂപയുടെ മൂല്യം കൂടിയതായും കണക്കാക്കാം. മോദി സർക്കാർ അധികാരത്തിലേറും മുമ്പ് മൻമോഹൻ സിംഗിന്റെ ഭരണകാലമായ 2013 54.78 ആയിരുന്നു രൂപയുടെ ശരാശരി മൂല്യം. അതായത് അന്ന് ഒരു ഡോളർ വാങ്ങാൻ 54.78 രൂപ നൽകിയാൽ മതിയായിരുന്നു. ഇന്ന് ഇന്ത്യക്കാരൻ ഒരു ഡോളർ വാങ്ങാൻ അന്നത്തേതിനേക്കാൾ 32 രൂപയോളം അധികം ചിലവഴിക്കേണ്ടി വരും. നരേന്ദ്രമോദി സർക്കാരിന്റെ വികലമായ സാമ്പത്തിക നയങ്ങൾ മൂലം കൂപ്പുകുത്താൻ തുടങ്ങിയ രൂപയുടെ മൂല്യം ഡോളറിന്റെ ശക്തമായ മുന്നേറ്റത്തിനും ക്രൂഡ് ഓയിൽ വിലയിൽ ഈ അടുത്തുണ്ടായ വർധനവിനും മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ തകർന്നടിയുകയായിരുന്നു. യഥാർത്ഥത്തിൽ ക്രൂഡ് ഓയിൽ വില 2013 താഴ്ന്ന നിരക്കിലാണ് ഇപ്പോഴുള്ളത്. 2013 ബാരലിന് ശരാശരി 97.98 ഡോളർ ആയിരുന്നുവെങ്കിൽ ഇന്നത് ശരാശരി 75.68 ഡോളറാണ്. 2016 ഇത് വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് 43.29 ഡോളറിലെത്തിയെങ്കിലും രൂപയുടെ മൂല്യം വർദ്ധിച്ചിരുന്നില്ലെന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. രാജ്യത്തെ ജനങ്ങളെ തെക്കുവടക്ക് നടത്തിയും വലിയ വരിയിൽ നിർത്തിയും നരേന്ദ്രമോദി നോട്ട് നിരോധനം നടപ്പാക്കിയതാണ് ക്രൂഡ് ഓയിൽ വിലത്തകർച്ച ഇന്ത്യക്ക് ഉപകാരപ്പെടാതെ പോയതിൻ്റെ കാരണങ്ങളിലൊന്ന്. 2016 2017 ക്രൂഡ് ഓയിൽ വില ഇടിയുക കൂടി ചെയ്തില്ലായിരുന്നുവെങ്കിൽ രൂപ ഇന്ന് ഇടിഞ്ഞിടിഞ്ഞ് എവിടെ എത്തിയിട്ടുണ്ടാകുമെന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല എന്നതാണ് വസ്തുത. 2018 അല്പം കൂടിയ ക്രൂഡ് ഓയിൽ വില 2020 കോവിഡ് കാലത്ത് 39.68 ഡോളറിലെത്തി. 2022 വില 94.53 കുതിച്ചുയർന്നെങ്കിലും പിന്നീട് താഴ്ന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. 2023 77.64 നിന്ന് 2024 75.83 ക്രൂഡ് ഓയിൽ വില വീണ്ടും കുറഞ്ഞാണ് 75.68 എത്തിയത്. എന്നാൽ ഇതിനിടയിൽ നേരിയ കയറ്റിറക്കങ്ങൾ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അസംസ്കൃത എണ്ണ വില ഏകദേശം 2% ഉയർന്നപ്പോൾ അത് രൂപയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വിപണിക്ക് പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടമുണ്ടാക്കാനായതും US-ന്റെ സെൻട്രൽ ബാങ്കിംഗ് സംവിധാനമായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ വരുത്തിയ ഉദാരീകരണവും മൂലം അമേരിക്കയിൽ ട്രഷറി വരുമാനം ഉയർന്നതും ഡോളറിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കി. ഇതിനൊപ്പം ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച താഴ്ന്നതും വ്യാപാര കമ്മി വർദ്ധിച്ചതും മൂലധന വരവ് മന്ദഗതിയിലായതുമെല്ലാം രൂപയെയും സമ്മർദ്ദത്തിലാക്കി. ഇതോടെ രൂപ 86.62 എന്ന റെക്കോർഡ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. മോദി സർക്കാരിൻ്റെ നോട്ട് നിരോധനത്തിൽ തുടങ്ങിയ രാജ്യത്തിൻ്റെ സാമ്പത്തിക തകർച്ച അനവസരത്തിലും അശാസ്ത്രീയമായതുമായ GST നടപ്പാക്കിയതിലൂടെ കൂടുതൽ രൂക്ഷമാകുകയും അശാസ്ത്രീയമായ ലോക്ക്ഡൗണിലൂടെ തകർന്നടിയുകയുമായിരുന്നു. പിന്നാലെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഫലമായി കടന്നു വന്ന അസംസ്കൃത എണ്ണവിലയിലെ വൻ വർധനവും ഓഹരി വിപണിയിലെ ഉയർന്ന വിൽപ്പനാ സമ്മർദ്ദവും കൂടി ആയതോടെ രൂപ സാവധാനം വെന്റിലേറ്ററിലേക്ക് ഇറക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ മധ്യേഷ്യയിൽ തർക്കം രൂക്ഷമായത് നേരത്തെ തന്നെ രൂപയുടെ മൂല്യത്തകർച്ചയുടെ വേഗം കൂട്ടിയിരുന്നു. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം വലിയ രീതിയിൽ പിൻവലിക്കാൻ തുടങ്ങിയതും രൂപയുടെ മൂല്യത്തെ തളർത്തി. ഏകദേശം 2 വർഷത്തിനിടയിൽ ഏറ്റവും കുത്തനെയുള്ള ഒറ്റ ദിവസത്തെ ഇടിവാണ് 2025 ജനുവരി 13 രൂപയ്ക്ക് സംഭവിച്ചതെന്നത് രൂപയുടെ മൂല്യത്തകർച്ചയുടെ ഗൗരവം വിളിച്ചോതുന്നു. രൂപയുടെ മൂല്യം 58 പൈസ കുറഞ്ഞ് US ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 86.62 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. 2023 ഫെബ്രുവരി 6 ഒറ്റ ദിവസം 68 പൈസ കുറഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും കുത്തനെയുള്ള ഇടിവാണ് 13 രേഖപ്പെടുത്തിയത്. 2024 ഡിസംബർ 30 85.52 എന്ന ക്ലോസ് ലെവലിൽ നിന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇന്ത്യൻ കറൻസി 1 രൂപയിലധികമാണ് ഇടിഞ്ഞത്. 2024 ഡിസംബർ 19 രൂപയുടെ മൂല്യം ആദ്യമായി ഒരു ഡോളറിന് 85 എന്ന അവസ്ഥയിലെത്തിയത്. ചൈന പുതിയ സാമ്പത്തിക നയം അവതരിപ്പിച്ചതും US ഫെഡറൽ റിസർവ് ഉയർന്ന പലിശ നിരക്ക് പ്രഖ്യാപിച്ചതും ക്രിപ്റ്റോ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതുമെല്ലാം ഇന്ത്യൻ ഓഹരി വിപണിയുടെയും രൂപയുടെ മൂല്യത്തകർച്ചയുടെയും കാരണമായി. പലിശ നിരക്ക് കൂട്ടിയതോടെ US-ലേക്ക് വലിയ തോതിൽ നിക്ഷേപകർ ആകർഷിക്കപ്പെട്ടു. അവരെല്ലാം ഇന്ത്യയിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുകയും ചെയ്തു. ഇതും രൂപയ്ക്ക് തിരിച്ചടിയായി.
അമേരിക്കയിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്ന് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നിക്ഷേപം മാറ്റാൻ തുടങ്ങി. ഇതോടെ ഇന്ത്യയിലെ ഇക്വിറ്റി ഷെയറുകളിൽ നിന്ന് വരെ വലിയ തോതിലാണ് നിക്ഷേപകർ പണം പിൻവലിച്ചത്. ഡോളറിനൊപ്പം ബിറ്റ്കോയിനും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ചൈനയുടെ കറൻസിയായ യുവാൻ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക സർക്കാരുകളുടെ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുന്നതുൾപ്പെടെയുള്ള പദ്ധതികളുമായാണ് ചൈന പുതിയ സാമ്പത്തിക നയം പ്രഖ്യാപിച്ചത്. യുവാന്റെ സുസ്ഥിരത വിദേശ നിക്ഷേപകരെ വലിയ തോതിൽ ചൈനയിലേക്ക് ആകർഷിക്കുന്നതിനിടയാക്കി. ഇതിൻ്റെയെല്ലാം അന്തിമ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഇന്ത്യയുടെ രൂപയ്ക്കാണ് എന്നതാണ് സങ്കടകരം. രൂപയുടെ മൂല്യം ഇടിയുന്നതിന് വിദേശത്തു നിന്ന് പണമയക്കുന്നവർക്ക് വലിയ ഗുണം ചെയ്യുമെങ്കിലും പൊതുവെ മൂല്യമിടിയുന്നത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. രൂപയുടെ മൂല്യത്തകർച്ച പണപ്പെരുപ്പത്തിനും വില വർധനവിനുമെല്ലാം ഇടയാക്കുമെന്നതിനാൽ ഇത് സാധാരണക്കാരൻ്റെ നട്ടെല്ലൊടിക്കും. ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യ കയറ്റി അയക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കായി നമുക്ക് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ പിന്നോട്ടടിപ്പിക്കുന്നതിന് ഇടയാക്കും. നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ക്രൂഡ് ഓയിലാണ്. ഇന്ത്യയുടെ ഉപഭോഗത്തിൻ്റെ 85 മുതൽ 90% വരെ ക്രൂഡ് ഓയിലും നാം ഇറക്കുമതി ചെയ്യുകയാണ്. ഇറക്കുമതിക്കുള്ള ഇടപാടുകൾ കൂടുതലും ഡോളറിൽ ആയതിനാൽ രൂപയുടെ മൂല്യം ഇടിയുന്നതോടെ ഇറക്കുമതിക്കായി ഇന്ത്യ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നു. ഇത് ഇന്ത്യയിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും. എണ്ണവിലയിലെ വർധന ഗതാഗത ചെലവിലടക്കം പ്രതിഫലിപ്പിക്കും. മാത്രമല്ല അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും. രൂപയുടെ മൂല്യം കുറയുന്നതിനൊപ്പം ക്രൂഡ് ഓയിലിന്റെ വില കൂടുക കൂടി ചെയ്യുന്നത് ഇന്ത്യക്ക് ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. സ്വർണം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളായ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയുടെ ചിപ്പുകളടക്കം പല പ്രധാന ഘടകങ്ങളും നാം ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. മൂല്യത്തകർച്ച ഇവയുടെയെല്ലാം വിലയും വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കും. അതേസമയം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നവർക്ക് രൂപയുടെ മൂല്യം കുറയുന്നതോടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നവരിൽ പലരും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ അസംസ്കൃത വസ്തുക്കൾ ഉൾപ്പെടെ പലതും ഇറക്കുമതി ചെയ്യുന്നവരാണ്. ഇത് ഫലത്തിൽ അവരുടെ നേട്ടത്തിന്റെ മടങ്ങ് കുറക്കുന്നതിനും ഇടയാക്കും. പ്രവാസികൾ കൂടുതൽ പണം ഇന്ത്യയിലേക്ക് അയക്കാൻ താൽപ്പര്യപ്പെടുമെന്നത് മൂല്യം ഇടിയുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണമായി വേണമെങ്കിൽ പറയാം. രൂപയുടെ മൂല്യം കുറഞ്ഞതോടെ ഗൾഫ് കറൻസികളുടെ മികച്ച മുന്നേറ്റം നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്കുണ്ടാക്കുന്ന ആശ്വാസം ചില്ലറയല്ല. 2013 $1 ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ 54.78 രൂപ ലഭിച്ചിരുന്ന പ്രവാസിക്ക് ഇപ്പോൾ 86.62 രൂപ ലഭിക്കുമെന്നത് വലിയ നേട്ടമാണ് എന്നത് പറയാതെ വയ്യ. എന്നാൽ പഠനത്തിനുൾപ്പെടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അതിന് ചിലവഴിക്കേണ്ടി വരുന്ന തുക വർദ്ധിക്കുമെന്നത് വലിയ തിരിച്ചടിയാണ്. റിവേഴ്സ് റേറ്റ് കൂടുതലുമാണ്. ഇത്തരക്കാർ ട്യൂഷൻ ഫീസിനും ജീവിത ചിലവിനുമെല്ലാം കൂടുതൽ രൂപ ചിലവഴിക്കേണ്ടി വരും. വിദേശത്ത് പോകാനുള്ള ചെലവ് വർദ്ധിക്കുന്നതിനും രൂപയുടെ മൂല്യനഷ്ടം ഇടയാക്കും. വിദേശത്ത് നിന്ന് എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും അധിക രൂപ നൽകേണ്ടി വരും. ഡോളർ ശക്തിപ്പെടുന്നത് മൂലമുള്ള വൻ തിരിച്ചടി പലപ്പോഴും ഇന്ത്യക്കാണ് സംഭവിക്കാറുള്ളതെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാൻ ഡോളറിന് പകരം മറ്റൊരു പൊതു നാണയത്തിലേക്ക് വ്യാപാരം മാറ്റാനായി ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, UAE, ദക്ഷിണാഫ്രിക്ക, ഇറാൻ തുടങ്ങിയ 9 രാജ്യങ്ങളടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ആലോചിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരെ ശക്തമായ ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഡോളറിന് പകരം മറ്റൊരു കറൻസിയെ സ്വീകരിക്കുകയോ പൊതു കറൻസി ഉണ്ടാക്കുകയോ ചെയ്താൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. ഇതിനെല്ലാം ഇടയിൽ രാജ്യത്തെ പണപ്പെരുപ്പം കുറക്കാനും രൂപയെ രക്ഷിക്കാനും മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന പണപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും രാജ്യത്തിൻ്റെ ശ്വാസോച്ഛ്വാസം തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുമരുന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും രാജ്യം ഭരിക്കുന്നവർക്ക് നേരമില്ലെന്ന് പറയുന്നതാണ് ശരി. രാജ്യത്ത് എങ്ങനെ പുതിയ വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിനിടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ ഇവർക്കെവിടെ സമയം?